Today we are going to learn a new lesson, that is dangers of drug abuse. This is an essay written by Haddon B. Jones. Okay, this essay deals with a very serious problem that our present society faces today. So we know that our youth is in the grip of drugs. Do you agree with me? Yes. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illnesses. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. Medical journals now advertise tranquilizers, amphetamines, and other mood-altering drugs. Bingo! Yay! എന്താ അവിടെ? What's going on there? എന്താടോ? Stand up, stand up. Stand up. ബുക്ക് കാട്ടിയേ. ഓ, അപ്പൊ ഇതാ ഇവിടെ പരിപാടി. എന്നിട്ട് ആരാണാവോ ജയിച്ചത്? ഞാനാ മിസ്. ആണോ? എങ്കിൽ ജയിച്ചാളും തോറ്റാളും അങ്ങോട്ട് മാറി നിന്നേ, സൈഡിലേക്ക് നിന്നു. How can we prevent this? What are the remedial measures we can take to control drug abuse among young generation? കലാപരിപാടിയൊക്കെ നേരത്തെ തുടങ്ങിയില്ലേ? പിന്നെ മേരി പോയോ? ഇല്ലടാ, ഓളിപ്പ വരോ. ഞാനിന്ന് ഓളോട് പറയും മോനെ. എന്ത്? ഐ ലവ് യൂന്ന്. മേരി വരുന്നു. എടാ, ഞാനിവിടെ കൊതിപ്പിച്ചങ്ങ് കടന്നു കളഞ്ഞാലോ? അനക്ക് സാധിക്കും, അനക്ക് അതിനുള്ള മൊഞ്ചുണ്ട്. എന്നാ ജീവാ, അന്റെ വക ഒരു ചായ കുടിക്കാം. എന്നാ നമ്മളും പോവാ. സൈലൻസ് പ്ലീസ്, സൈലൻസ് പ്ലീസ്. ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ എക്സാം ഫീസ് അടച്ചതിൽ 10 രൂപ ബാലൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം കേട്ടോ. ഓക്കെ. ഹലോ, നമ്മളെ അടുത്ത ലക്ഷം സ്കൂൾ കുട്ടികളാണ്. ഏറ്റ് ആ പ്രശ്നമില്ല. പിന്നെ നമ്മളെ കമ്മീഷന്റെ കാര്യം മറക്കണ്ട കേട്ടോ. പാടാ എടാ, ഇത് നിറയാനായി തോന്നുന്നേ. നോക്കട്ടെ. നിറയാനാണ്. എങ്ങനെ നിറയാതിരിക്കും? നമ്മൾ 1.5 കൊല്ലത്തെ സമ്പാദ്യല്ലേ ഈ കാണുന്നത്. ഇത് നിറഞ്ഞിട്ട് വേണം നമുക്കൊരു ട്രിപ്പ് പോവാന്. നമ്മൾ പല ദിവസം ചോറും കൂടി തിന്നാതെ ഉണ്ടാക്കി വെച്ച സമ്പാദ്യല്ലത്. എടാ, പരീക്ഷ ഫീന്റെ ബാക്കി കേട്ടോ. എടാ, ഇപ്പൊ ഏതാ പീരീഡ്? ഇപ്പോ ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷോ? എന്നാ ഓടിക്കോടാ, എന്നും പുറത്താ.
ചോദിച്ചു നോക്കണം കേട്ടോ. ചെല്ല്. ദിൽഷ നിക്ക്. ഞാൻ ചോദിച്ചതിന് ഇജ്ജ് തരാൻ മറുപടി ഒന്നുമില്ല. ഞാൻ 1000 തവണ പറഞ്ഞ എന്റെ പിറകെ നടക്കരുതെന്ന്. ഇനി എന്നെ ശല്യം ചെയ്യരുത്. ദിൽഷ ആടാ. അഹങ്കാരി. എടാ ജൗവറൂടെ. ശരിയാ, ഓനോടെ കണ്ടില്ലല്ലോ. അല്ലെങ്കിലും ആ ഹോട്ടലിൽ പോവാ ഈ ഹോട്ടലിൽ പോകാന്ന് പറയുന്ന ആളാ. ഡാ എന്താ ഇവിടെ ഇരിക്കണേ? ഇത്രേ ഉള്ളു കാര്യം. ഇതിന് വലിയ ടെൻഷൻ മാറ്റാനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഇജ്ജ് വാ. Good morning. Good morning, teacher. Okay, numbers please. 1 3 4 5 absent 6. എവിടെ നാലാമൻ? അവന്റെ ഒരു വിവരവും ഇല്ല. ഫോൺ വിളിച്ചാ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ബിസി. Okay, sit down. ടീച്ചർ കയറിക്കോട്ടെ. ജവഹർ എവിടെയായിരുന്നു 2 ദിവസം? കയറി വാ. ടീച്ചർ തലവേദന ആയിരുന്നു. ഓക്കെ, പോയിരിക്കെ. എവിടെയായിരുന്നേടാ 2 ദിവസം? ഒന്ന് പോടാ അവിടുന്ന്. എന്താ ഹലോ ഹലോ നിങ്ങളെവിടെ? ഞാൻ ഇവിടെ ഉണ്ടേ. നിങ്ങൾ പെട്ടെന്ന് വരി. ഞാൻ ഇവിടെ ഗ്രൗണ്ടിന്റെ അടുത്തുണ്ട്. അപ്പൊ നടക്കൂലടാ. നിങ്ങള് പറയില്ലേ സാധനപ്പനെ കിട്ടണം. ഇയോട് ദൂരെ പോയി കൊടുത്തു. സാധനം പെട്ടെന്ന് തരിങ്ങള്. മോനെ ഇനി സാധനം വേണേ പൈസ വേണം. പൈസ ഉണ്ടാ? പൈസ 100 ഉറുപ്പ്യ. എടാ മോനെ ഈ 100 ഉറുപ്പ്യക്കൊന്നും സാധനം കിട്ടൂല. 600 ഉറുപ്പ്യെങ്കിലും മിനിമം വേണം. ഈ ആയോണ്ട് ഒരു 500-ന്റെ സാധനം തരാം. 500 ഉറുപ്പ്യ? പൈസ ഞാൻ പിന്നെ ഇവിടുന്ന് ഒപ്പിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ സാധനം കിട്ടൂല. പൈസ യെസ്, നിങ്ങൾ ഇവിടേക്ക് ഞാൻ ഇപ്പൊ പൈസ കൊണ്ടുവരാം.
ലഹരിയില്ലേ? ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിനക്ക് അറിയുന്നതല്ലേ? നിന്റെ കൂട്ടുകാരിവിടെ വന്നിരുന്നു. നീ ലഹരിക്ക് അടിമയായെന്ന് അറിഞ്ഞപ്പോൾ വിങ്ങി പൊട്ടുകയായിരുന്നു ആ പാവങ്ങൾ. ജൌഹർ അവന്റെ കലാലയ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളിലേക്ക് നടന്നു നീങ്ങി. ലഹരി ഒരു മനുഷ്യനും അറിഞ്ഞുകൊണ്ട് ലഹരിയിൽ അകപ്പെടുന്നില്ല. സാഹചര്യങ്ങളാണ് അവനെ ആ കഴുകൻ കണ്ണുകളിലേക്ക് എത്തിക്കുന്നത്. ജൌഹറിനും ഇവിടെ അതുതന്നെയാണ് സംഭവിച്ചത്. വെറും കലാലയ ജീവിതത്തിലെ പ്രേമനിരാശ ജൌഹറിനെ മാനസികമായി തളർത്തി. എന്നാൽ അവന്റെ ആ നിസ്സാര പ്രശ്നം മുതലെടുക്കുകയായിരുന്നു ലഹരിയുടെ ചതിക്കുഴികൾ. അതുകൊണ്ട് ആരും ലഹരിയുടെ ഇരയാവരുത്. ബിക്കോസ് ഡ്രഗ്സ് ഡ്രാഗ് യു ഡൗൺ, ഡ്രഗ്സ് ഡ്രാഗ് യു ഡൗൺ, ഡ്രഗ്സ് ഡ്രാഗ് യു ഡൗൺ.